ചേച്ചി, എൻ്റെ ഇന്ദ്രേട്ടൻ. ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ലക്ഷ ഇന്ദുവിനെ നോക്കി. അയ്യേ, എൻ്റെ മോള് കരയ. അവനൊന്നും പറ്റില്ലടാ. അവൻ മനസ്സുകൊണ്ട് നല്ല സ്ട്രോങ് ആണിപ്പോൾ. അങ്ങനെയുള്ളവന് പെട്ടെന്നൊന്നും തളരില്ല. ഒന്നുമില്ലേലും എൻ്റെ കെട്ടിയോൻ കൂടെ പോയിട്ടില്ലേ? വേണ്ടി വന്ന ജാക്കി ചാനെ പോലെ ഒരു ഫൈറ്റ് നടത്തിയിട്ടേ വരൂ. ഇന്ദു ഗമയോടെ പറയവേ ലക്ഷ അറിയാതെ ചിരിച്ചു പോയിരുന്നു. സത്യമാണ് ഞാൻ പറഞ്ഞേ, എൻ്റെ കെട്ടിയോനെ ഭയങ്കര കഴിവാ. ഞാൻ പറയാഞ്ഞിട്ടല്ലേ? ഇളിയോടെ പറയുന്നവളെ മിഴിച്ചു നോക്കിപ്പോയി ലക്ഷ. ശിവന്റെ വാഹനം അതിവേഗത്തിൽ മുന്നോട്ട് കുതിച്ചു. അതിനിടയിൽ ജിത്തു അരുണിനെ കോൾ ചെയ്തെങ്കിലും കോള് കണക്റ്റ് ആകുന്നുണ്ടായിരുന്നില്ല. പേടിയോടെ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു അവൻ. മെയിൻ റോഡിന്റെ ഭാഗത്തു നിന്നും ഇടവഴിയിലേക്ക് തിരിഞ്ഞ് ശിവൻ വണ്ടി നിർത്തി പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും ജിത്തു അരുണിനെ കോൾ ചെയ്തുകൊണ്ടിരുന്നു. ഡാ, നിക്കട അവിടെ, മുരുക, പിടിക്കട അവനെ. പെട്ടെന്ന് ശിവന്റെ എതിർവശത്തു നിന്നും ഒരു അലർച്ചയോടെയുള്ള ശബ്ദമുയർന്നു കേൾക്കവേ ശിവൻ തലചരിച്ചു നോക്കി. കാലിടറിക്കൊണ്ട് മുന്നോട്ട് ഓടുന്ന ഒരു ചെറുപ്പക്കാരനെ, അവന്റെ പിന്നാലെ ഓടി വാളും കൊണ്ട് ഓടുന്ന ഒരഞ്ചാറു പേരും. അരുൺ! കാറിനുള്ളിലിരുന്ന ആ ദൃശ്യം കണ്ട് ജിത്തുവിന്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു. അളിയ, അരുൺ! ഡോറ് തുറന്ന് ചാടിയിറങ്ങിക്കൊണ്ട് ജിത്തു വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും ശിവൻ അവർ പോയ ദിശയിലേക്ക് ഓടി. പിന്നാലെ മാക്സിമം സ്പീഡിൽ ഒരു വിധത്തിൽ ജിത്തുവും നടന്നു. പിന്നോട്ടായപ്പോൾ വേദന ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും വകവെക്കാതെ അവൻ അവരുടെ പിന്നാലെ പോയി. ഡാ! അരുണിന്റെ പിന്നാലെ ഓടിയൊരുത്തൻ അവന് നേരെ വാൾ വീശി. അവനെ തൊട്ടില്ല എന്ന രീതിയിൽ വാൾ ഉയർന്നു താഴ്ന്നു. അവന്റെ പിന്നാലെ ഓടിയതിൽ ഏറ്റവും ബാക്കിൽ നിന്നും ഓടിയവനെ ശിവൻ പിന്നിൽ നിന്നും ചവിട്ടി വീഴ്ത്തി. ഒരലർച്ചയോടെ അവൻ റോഡിൽ മുഖമടിച്ചു വീണു. അവന്റെ കയ്യിൽ നിന്നും തെറിച്ചു വീണ വാളുമെടുത്ത് ശിവൻ മറ്റൊരുത്തിന്റെ പിന്നാലെ പാഞ്ഞു. അവനെ പുറകിൽ നിന്നും വാൾ വീശി വെട്ടി വീഴ്ത്തിക്കൊണ്ട് അവൻ വീണ്ടും മുന്നോട്ട് പാഞ്ഞു. തന്റെ പിന്നിൽ നിന്നും ഓടിയവരുടെ എണ്ണം കുറയുന്നതറിയാതെ അവൻ അരുണിനെ ലക്ഷ്യം വെച്ച് ഓടി. ഒടുവിൽ അരുൺ തളർന്ന് മുട്ടടിച്ചു വീണു. തേടിയത് കിട്ടിയത് വിജയച്ചിരിയോടെ അവൻ അരുണിന് നേരെ നടന്നെടുത്തു. അരുൺ പേടിയോടെ ഹാർഡ് ഡിസ്ക് ഒതുക്കി പിടിച്ച് റോഡിലൂടെ പിന്നോട്ട് നീങ്ങി. ഭാ മോനെ, നീ എന്താടാ വിചാരിച്ചേ? നിന്റെ ഒരു തുക്കട ക്യാമറയിൽ പിടിച്ച ദൃശ്യങ്ങൾ വെച്ച് എന്നെ അങ്ങ് ഉണ്ടാക്കാമെന്നോ? ഇനിയിപ്പോ നീ എന്ത് ചെയ്യും? ക്യാമറയുമില്ല, വിഷ്വൽസുമില്ല. ഇനി നീയും ഉണ്ടാവില്ല. ദേഷ്യത്തോടെ അലറിക്കൊണ്ട് വാളെടുത്ത് ഉയർത്തിയതും അവന്റെ വാള് പിടിച്ചിരുന്ന കൈ മുന്നോട്ട് അടർന്നു തെറിച്ചു വീണിരുന്നു. ഒരലർച്ചയോടെ അവൻ തിരിഞ്ഞു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അവന്റെ ശ്രദ്ധ തന്റെ അടർന്നു വീണ കൈയിലും ചോര ഒഴുകിയിറങ്ങുന്ന തോളിലേക്കും നീങ്ങി. വേദനയിൽ അലറി വിളിച്ചുകൊണ്ട് അവൻ തലചരിച്ചു നോക്കി. അരുൺ കിടന്നിടം ശൂന്യം. അതും കൂടിയായതും അയാൾ അലറിക്കരഞ്ഞുകൊണ്ട് ആ റോഡിലേക്ക് നെറ്റിമുട്ടിച്ചു. വിടില്ല, വിടില്ലടാ, ഞാൻ ഒരുത്തനെയും വിടില്ല. അയാളുടെ കണ്ണുകൾ പകയാളി. ശിവേട്ട, വയ്യ, ഇനി ഓടാൻ വയ്യ എനിക്ക്. അരുൺ തന്റെ കാൽമുട്ടിൽ കൈ ചേർത്ത് കുനിഞ്ഞു നിന്നുകൊണ്ട് കിതപ്പോടെ പറഞ്ഞു. ഇനി ഓടണ്ടടാ, എത്തി, ദേ വണ്ടി. ദൂരെ നിന്നും കാണുന്ന വണ്ടിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇരുവരും പതിയെ വണ്ടിക്കടുത്തേക്ക് നീങ്ങി. ജിത്തു, ഞങ്ങൾ എത്തിയടാ. പിൻസീറ്റിൽ അരുണിനെ കയറ്റിയിരുത്തി മുന്നേ ഡ്രൈവിംഗ് സീറ്റ് തുറന്നുകൊണ്ട് ശിവൻ പറയവേ ജിത്തുവിനെ വണ്ടിയിൽ കണ്ടില്ല. ശിവൻ ഞെട്ടലോടെ അരുണെ നോക്കി. ജിത്തു! ശിവൻ വണ്ടിക്ക് ചുറ്റും ഓടിക്കൊണ്ട് ഉറക്കെ വിളിച്ചു. അവനെ കാണാതെ ശിവൻ അലറി വിളിച്ചു. ഈ സമയം ഒരുത്തന്റെ കാൽ ചുവട്ടിൽ കിടന്ന് ഒരിറ്റ് ജീവശ്വാസത്തിനു വേണ്ടി പിടയുകയായിരുന്നു അവൻ. എന്തായിരുന്നു നിന്റെയൊക്കെ നെഗളിപ്പ്? ഇപ്പോ എൻ്റെ കാൽ ചുവട്ടിൽ കിടന്ന് മരിക്കാനാണല്ലോടാ മോനെ നിന്റെ വിധി. അയാളുടെ ഒച്ച ആ പ്രദേശമാകെ ഉയർന്നു കേട്ടു. ജിത്തു അയാളുടെ കാലിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ മനസ്സിലേക്ക് ചുണ്ട് വിതുമ്പിക്കൊണ്ട് പോകല്ലേ ഇന്ദ്രേട്ടായി യാചിക്കുന്ന ലക്ഷയുടെ മുഖമായിരുന്നു തെളിഞ്ഞു നിന്നത്. പൂർണ്ണമായും തന്നിൽ അഭയം പ്രാപിക്കാൻ, തന്നിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു പെണ്ണ് തൻ്റെ ലക്ഷ. താൻ മരിച്ച അവൾ പിന്നെ ജീവിച്ചിരിക്കില്ല. ഒരുപാട് വേദന സഹിച്ചവളാണ് അവൾ. താൻ കാരണം ഒരിക്കൽ കൂടിയത് സംഭവിച്ചാൽ താങ്ങില്ല ആ പെണ്ണ്. അവൻ വേദനയോടെ ഓർത്തു. തൊട്ടടുത്ത നിമിഷം അവൻ കണ്ണുകൾ ചുറ്റും പരതി. അയാൾ കൂടെയുള്ളവനോട് എന്തൊക്കെയോ സംസാരിക്കുന്ന തിരക്കിലാണ്. തേടിയതെന്തോ കിട്ടിയ പോലെ ജിത്തുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ തൻ്റെ കൈയെടുത്ത് അടുത്ത് കിടന്നൊരു പാറക്കല്ല് കയ്യിലെടുത്ത് അയാളുടെ കാലിലേക്ക് ആഞ്ഞടിച്ചു. ഒരലർച്ചയോടെ അയാൾ അവനിൽ നിന്നും കാലെടുത്തതും ജിത്തു ആഞ്ഞു ശ്വാസം വലിച്ചു. ടോപ്പ് മോനെ! അയാൾ അലറിക്കൊണ്ട് അവനെ വീണ്ടും ചവിട്ടാൻ ഒരുങ്ങിയതും പിന്നിൽ നിന്നുള്ള ചവിട്ടൽ അയാൾ ദൂരേക്ക് തെറിച്ചു വീണു. നെറ്റി റോഡിൽ ഇടിച്ച് ചോര പൊടിഞ്ഞതും അയാൾ അറിയാതെ അലറിപ്പോയി. ജിത്തു! ശിവൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഡാ! മറ്റൊരുത്തൻ ദേഷ്യത്തിൽ വിളിച്ചുകൊണ്ട് ശിവന് നേരെ ഓടിയെത്തിയതും ആ നീക്കം മനസ്സിലാക്കിയവൻ ഒരു വശത്തേക്ക് ഒഴിഞ്ഞു മാറി. തൊട്ടടുത്ത നിമിഷം അവൻ വായുവിൽ ഉയർന്നു പൊങ്ങി ദൂരേക്ക് തെറിച്ച് വീഴപ്പെട്ടു.
എടാ നീ! അയാൾ നിലത്ത് നിന്നും എഴുന്നേറ്റ് അവർക്ക് നേരെ നിന്നുകൊണ്ട് ചീറി. താൻ എന്താണോ വിചാരിച്ചത്? എൻ്റെ അനിയനെ എളുപ്പം അങ്ങ് ഇല്ലാതാക്കാന്നു? എൻ്റെ ഈ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം താനല്ല തൻ്റെ തന്ത വിചാരിച്ചാലും നടക്കില്ല. ജിത്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾക്ക് നേരെ അലറി ശിവൻ. ജിത്തു അവൻ്റെ മുഖത്തേക്ക് നോക്കി. ക്രോധം മാത്രം തിളങ്ങി നിൽക്കുന്ന ആ മുഖത്ത് തൻ്റെ അനുജനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരോടുള്ള അതിയായ ക്രോധം. പിന്നെ തൻ്റെ നെറുകെട്ട കളിയുടെയൊക്കെ തെളിവുകൾ ഞങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ഇനി താൻ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ടതു. ഐ വിൽ ഷോ യു ഹൂ ഐ ആം. അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് ശിവൻ ജിത്തുവിനെയും കൂട്ടി മുന്നോട്ട് നടന്നു. തൊട്ടടുത്ത നിമിഷം ശശാങ്കൻ നിലത്ത് കിടന്ന വാളെടുത്ത് അവരുടെ പിന്നാലെ ഓടി. പെട്ടെന്ന് എന്തോ പന്തികേട് തോന്നിയ ജിത്തു തിരിഞ്ഞു നോക്കിയതും കണ്ടു പിന്നാലെ വാളുമായി ഓടിയെടുക്കുന്ന ശശാങ്കനെ. അളിയാ! അലറിക്കൊണ്ട് ജിത്തു അവനെ ഒരു വശത്തേക്ക് പിടിച്ചു തള്ളി. പെട്ടെന്ന് ബാലൻസ് തെറ്റി ശിവൻ ചെരിഞ്ഞു വീഴവേ ഓടിവന്ന് ശശാങ്കൻ അവൻ്റെ കാലിൽ തട്ടി മുഖമടിച്ച നിലത്തേക്ക് വീണു. ആ വീഴ്ചയിൽ വാള് ദൂരേക്ക് തെറിച്ചു വീണു. ശിവൻ ചാടി എഴുന്നേറ്റ് ദേഷ്യത്തിൽ അയാൾ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടി. കള്ളം മോന്, കിട്ടിയതൊന്നും പോരാ അവന്. പിന്നെയും വിരന്ന് വേടിക്കാൻ നടക്ക് അലവലാതി. നിലത്ത് ബോധമില്ലാതെ കിടക്കുന്നയാളെ നോക്കി പിറുപിറുത്തുകൊണ്ട് ജിത്തുവിനെയും കൂട്ടി ശിവൻ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. അവരെ കാണാതെ ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു അരുൺ. ദൂരെ നിന്നും നടന്നു വരുന്നവരെ കണ്ട് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ജിത്തു, ശിവേട്ട, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അരുൺ വേവലാതിയോടെ ചോദിച്ചു. ഇല്ലടാ, ചിരിയോടെ പറഞ്ഞു ജിത്തു. അയ്യോ, ചോര! ജിത്തുവിൻ്റെ മുതുകിൽ നിന്നും കയ്യിൽ പതിഞ്ഞ ചോര കണ്ട് അരുൺ പറഞ്ഞു. വാടാ, നമുക്ക് ഹോസ്പിറ്റൽ പോവാം. അരുൺ അവൻ്റെ കയ്യിൽ പിടിച്ച് കാറിനടുത്തേക്ക് നടത്തിക്കൊണ്ട് പറഞ്ഞു. ലക്ഷ്യ ചെയ്തു കൊടുത്ത ഡ്രസ്സിങ്ങിൽ റോഡിൽ അമർന്നപ്പോൾ മുറിവിൽ നിന്നും ചോര പൊടിഞ്ഞിരുന്നു. ഇനി ഇതുമായി വീട്ടിൽ ചെന്ന പെണ്ണ് കാറി കൂവി കരഞ്ഞ് നിലവിളിച്ച് കുളമാക്കുമെന്നറിയാവുന്ന ജിത്തു തലയാട്ടി അവരുടെ ഒപ്പം ചെന്നു. അവനെ ശ്രദ്ധയോടെ കാറിൽ കയറ്റി അരുണും കയറിയതും ശിവൻ വാഹനം സിറ്റി ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഹോസ്പിറ്റലിലെത്തി മുറിവ് വീണ്ടും ഡ്രസ് ചെയ്ത് ഗുളികയും വാങ്ങി വേദനയ്ക്കുള്ളിൽ ഇഞ്ചക്ഷനും എടുത്ത് അവർ അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചു. പോകും വഴി അരുണിനെ അവൻ്റെ ഫ്ലാറ്റിൽ ഇറക്കി അവർ ത്രയംബകത്തിലേക്ക് തിരിച്ചു. പോയിട്ട് ഏകദേശം 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടും ശിവനെയും ജിത്തുവിനെയും കാണാതെ ത്രയംബകത്തിൽ എല്ലാവരും ടെൻഷനോടെ ഹാളിൽ ഇരിക്കുമായിരുന്നു. ലക്ഷ്യ തൻ്റെ ധാവണി തുമ്പിൽ വിരൽ ചുരുട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. പെട്ടെന്ന് മുറ്റത്ത് ശിവന്റെ കാറ് വന്ന് നിന്നറിഞ്ഞ ലക്ഷ്യ പുറത്തേക്ക് ഓടി. പിന്നാലെ തന്നെ മറ്റുള്ളവരും. കാറ് നിർത്തി അതിൽ നിന്നും ഇറങ്ങിയ ജിത്തുവിനെ ഓടിച്ചെന്ന് ചുറ്റിപ്പിടിച്ച് ആ നെഞ്ചിൽ തല ചേർത്ത് വെച്ച് നിന്നു അവൾ. അവളുടെ പ്രവൃത്തി കണ്ട എല്ലാവരുടെയും ചുണ്ടിലൊരു പുഞ്ചിരി തങ്ങി നിന്നു. ജിത്തു ചമ്മലോടെ മുഖം തിരിച്ച് ഒറ്റ കണ്ണടച്ചുകൊണ്ട് നിന്നു. ലക്ഷ്യ! അല്പം കഴിഞ്ഞിട്ടും അവൾ വിട്ടുമാറിയില്ലെന്ന് കണ്ടവൻ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. ഇന്ദ്രേട്ടാ! വിതുമ്പലോടെയുള്ള അവളുടെ സ്വരം കാതിൽ പതിക്കെ അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. അല്പനേരം തന്നെ കാണാതിരുന്നപ്പോൾ അവൾ ഇത്രയും സങ്കടപ്പെട്ടെങ്കിൽ ഒരു പക്ഷേ തനിക്കിന്ന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി. ലക്ഷ്യ, മാറുമോളെ, എല്ലാവരും നോക്കുന്നു. അവളുടെ കാതോര മുഖം കുനിച്ചുകൊണ്ട് അവൻ പറയെ അവൾ പതിയെ അവനിൽ നിന്നും അടർന്നു മാറി. ശിവേട്ട, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇന്ദു ടെൻഷനോടെ ചോദിച്ചു. ഏയ്, എന്ത് കുഴപ്പം? ഒന്നുമില്ലടാ. നീ പോയി കുറച്ച് വെള്ളം ചൂടാക്ക്, എനിക്കൊന്ന് കുളിക്കണം. അവളുടെ തോളിൽ കൈ ചേർത്തുകൊണ്ട് ശിവൻ പറഞ്ഞു നടന്നു. പിന്നാലെ ലക്ഷ്മിയും രവിയും. ഇന്ദ്രേട്ട, വേദനയുണ്ടോ? കണ്ണ് നിറച്ചുകൊണ്ട് അവനെ നോക്കി ചോദിക്കുന്നവളെ വാരിയെടുത്ത് ചുംബിക്കാൻ തോന്നിപ്പോയി അവന്. ഇല്ലടി പെണ്ണെ, വന്നേ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, നമുക്ക് ഉറങ്ങണ്ടേ? ഒരു കള്ളച്ചിരിയോടെ ചോദിക്കുന്നവനെ ചുണ്ട് കൂർപ്പിച്ച് നോക്കിയവൾ. ദേ, ഇതുപോലെ എൻ്റെ മുന്നിൽ വന്ന് നിന്ന ആ ചുണ്ടിന് ഞാനിങ്ങ് കടിച്ചെടുക്കും, മനസ്സിലായോ? മീശ പിരിച്ചുകൊണ്ട് കള്ളച്ചിരിയോടെ ജിത്തു പറയവേ അവൾ ഞെട്ടലോടെ ഒരു കൈ കൊണ്ട് ചുണ്ട് പൊത്തി പിടിച്ചിരുന്നു. അത് കണ്ടതും ജിത്തു അറിയാതെ ചിരിച്ചുപോയി. ബെഡിൽ ജിത്തുവിൻ്റെ കൈക്കുള്ളിൽ അവനോട് ചേർന്ന് കിടക്കുകയായിരുന്നു ലക്ഷ്യ. മുതുകിൽ മുറിവുള്ളത് കൊണ്ട് ചെരിഞ്ഞു കിടക്കുവാണ് അവൻ. അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ അഴിച്ച് ആ നെഞ്ചിൽ ചെവി ചേർത്ത് വെച്ച് അവനെ ചുറ്റിപ്പിടിച്ച് കിടന്നു ലക്ഷ്യ. അവളുടെ മുടിയിടകളെ തലോടി എന്തോ ആലോചനയിലായിരുന്നു ജിത്തു. ഇന്ദ്രേട്ട! അല്പം കഴിഞ്ഞതും അവൾ വിളിച്ചു. അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ മൂളി. ഏട്ടൻ എവിടെയാ പോയത്? അവൻ പ്രതീക്ഷിച്ച ചോദ്യമായിരുന്നു അത്. ഓഫീസിൽ. പെട്ടെന്ന് വായിൽ തോന്നിയ നുണ പറഞ്ഞു ജിത്തു. സത്യം പറഞ്ഞ അവൾ പേടിക്കുമെന്ന് അവനറിയാമായിരുന്നു. എന്തിനാ പോയേ? അവൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നിഷ്കളങ്കതയോടെ ചോദിച്ചു. ഒരു കേസിൻ്റെ കാര്യത്തിനാടാ. അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി മറുപടി നൽകി. എന്ത് കേസ്? വിടാൻ ഉദ്ദേശമില്ലാതെ പെണ്ണ് പിന്നെയും ചോദിച്ചു. കുന്തം, കിടന്നുറങ്ങടി. അവൻ അലറിയതും അവൾ പെട്ടെന്ന് അവനെ ചുറ്റിപ്പിടിച്ച് കണ്ണടച്ചു.
അവളുടെ പ്രവൃത്തി കണ്ട് ജിത്തു അറിയാതെ ചിരിച്ചുപോയി. അവൻ്റെ ചിരി കേൾക്കെ അവൾ ചുണ്ട് കൂർപ്പിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ആ നിമിഷം ജിത്തു അവളുടെ ചുണ്ടുകൾ കടിച്ചു നുണയാൻ തുടങ്ങി. അവൾ കണ്ണു മിടിച്ചുകൊണ്ട് അവനെ നോക്കവേ അവൻ അല്പം കൂടി അവളോട് തന്നെ ചേർത്ത് പിടിച്ചിരുന്നു. ശിവന് കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുത്ത് കണ്ണനെയും എടുത്ത് തൊട്ടിൽ കിടത്തി കിടക്ക തട്ടി കുടഞ്ഞു വിരിക്കുകയായിരുന്നു ഇന്ദു. കിടക്ക വിരിച്ചു തിരിഞ്ഞതും ശിവന്റെ നെഞ്ചിൽ ഇടിച്ചു നിന്നു അവൾ. പെട്ടെന്നൊന്ന് ഞെട്ടി അവനെ കൂർപ്പിച്ചു നോക്കി. ഓ, മനുഷ്യനെ പേടിപ്പിക്കുമല്ലോ ശിവേട്ട, മാറിക്കേ. അവൻ്റെ നെഞ്ചിൽ കൈകൊണ്ട് തള്ളി അവൾ പറഞ്ഞു. ശിവനൊരു ചുരിയോടെ അവളുടെ കൈ പിടിച്ച് ചുണ്ടോട് ചേർത്തു. അവൾ ഞെട്ടലോടെ കൈ പിൻവലിക്കാൻ ശ്രമിച്ചുകൊണ്ട് പിന്നോട്ട് നീങ്ങവേ അവൻ അവളെ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്കിട്ട് അരയിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ശിവേട്ട, വിറയലോടെ വിളിച്ചുപോയി അവൾ. ഇന്ദു. ആർദ്രമായ അവൻ്റെ വിളിയിൽ വിറച്ചുകൊണ്ട് അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. എനിക്കിപ്പോൾ വേണം നിന്നെ. കാറ്റുപോലുള്ള അവൻ്റെ സ്വരം കാതിൽ പതിക്കെ വെട്ടിവിറച്ചുകൊണ്ട് അവൾ അവൻ്റെ വാപ്പൊത്തി. അടുത്ത നിമിഷം അവൻ അവളെ തൂക്കിയെടുത്ത് ബെഡിലേക്കിട്ട് അവളിലേക്ക് അമർന്നു. എടുത്തോട്ടെ ഞാൻ? വീണ്ടും അവൻ്റെ ചോദ്യത്തിൽ ശ്വാസം അടക്കി പിടിച്ച് മൂളാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. അവളുടെ സമ്മതം കിട്ടിയ ആ നിമിഷം ശിവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. അവിടെ നിന്നും ഇരു കണ്ണുകളിലേക്കും കവിളിലേക്കും ചുണ്ടിനെ അരിച്ചിറക്കി. ശേഷം മൂക്കിൻ തുമ്പിലൊന്ന് കടിച്ച് മൂക്കുരുസിക്കൊണ്ട് കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. ഇന്ദു പിടഞ്ഞുകൊണ്ട് ഒന്ന് ഉയർന്നു പൊങ്ങി ഷീറ്റിൽ കൈമുറുക്കി. അവളുടെ കഴുത്തിലാകെ ചുണ്ടമർത്തിക്കൊണ്ട് ശിവൻ അവളുടെ സാരി വലിച്ചൂരി താഴ്ത്തി ബ്ലൗസിന് മുകളിലൂടെ ചുണ്ടിനെ നിറച്ചു. ഇരുമാറിലും മുദ്ര പതിപ്പിച്ച് വെണ്ണ പോലുള്ള വയറിൽ ഒഴുകി നടന്നു. അവൾ പിടഞ്ഞുകൊണ്ട് അവൻ്റെ മുടിയിൽ കൊരുത്ത് വലിച്ചുപോയി. ആ സമയം അവൻ ഉയർന്നു വന്ന് അവളുടെ വിറയ്ക്കുന്ന ചുണ്ടിൽ ചുണ്ടമർത്തി കടിച്ചു നുണയാൻ തുടങ്ങി. ഇരുതളങ്ങളെയും കടിച്ചു നുണഞ്ഞുകൊണ്ട് അവൻ അവളിലെ തേൻ നുകർന്നു. അവൻ്റെ മുടിയിൽ കോർത്ത് പിടിച്ചുകൊണ്ട് അവൾ അവനെ തന്നോട് ചേർത്ത് തിരികെ ചുംബിക്കാൻ തുടങ്ങിയിരുന്നു. ഒടുവിൽ ശ്വാസം വിലങ്ങവേ പരസ്പരം അടർന്നു മാറി അവളുടെ കഴുത്തിലേക്ക് ചുണ്ടമർത്തി ശിവൻ. ഒപ്പം അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന നീലഞ്ഞരമ്പിൽ പല്ലുകൾ ആഴ്ത്തി. ശേഷം അവൻ്റെ ചുണ്ടുകളെ വയറിലേക്ക് ഒഴുകിയിറക്കി. അവളുടെ നാഭിച്ചുഴിയിൽ ചുണ്ടമർത്തിക്കൊണ്ട് ബ്ലൗസിൻ്റെ ഹുക്ക് ഓരോന്നോരോന്നായി അഴിക്കാൻ തുടങ്ങി. ബ്ലൗസ് അഴിച്ചു മാറ്റി അവൻ അവളുടെ മാറിലേക്ക് മുഖം അമർത്തി ചുംബിച്ചു. ശിവേട്ട. അവൻ്റെ പല്ലും നാവും അവളുടെ മാറിടങ്ങളെ താലോലിക്കവേ അവൻ്റെ തള്ളവിരൽ അവളുടെ നാഭിച്ചുഴിയിൽ ആഴ്ന്നു. ആ നിമിഷം അവൾ അറിയാതെ വിളിച്ചുപോയി. ആ ഒരൊറ്റ വിളിയിൽ തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട ശിവൻ തന്നിൽ അവശേഷിക്കുന്ന വസ്ത്രം കൂടി അഴിച്ചുമാറ്റി അവളിലെ പെണ്ണിനെ അറിഞ്ഞു തുടങ്ങി. അവൻ തീർത്ത മായാജാലത്തിൽ അവനിലേക്ക് അലിയാൻ കൊതിച്ചിരുന്നു ഇന്ദുവും. അവനെ തന്നിലേക്ക് അടുപ്പിച്ചു. അവളുടെ ചുണ്ടുകളെ തൻ്റെ ചുണ്ടുകളാൽ ബന്ധിച്ചുകൊണ്ട് അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. രാത്രിയുടെ 3-ാം യാമത്തിൽ ഇരുവരും ഒന്നായി തീർന്നിരുന്നു. ശിവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നു കിടക്കുമ്പോൾ ഇന്ദുവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ശിവനിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു.